എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 1-ാമത്തെ സർഗത്തിലെ 8 മുതലുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നാരദനും വാൽമീകിയും തമ്മിലുണ്ടായ ഒരു സംവാദം, ഒരു സംഭാഷണമാണ്. അപ്പോൾ വാഗ്വൈഭവം വന്നു ചേർന്നത് കൊണ്ട് തനിക്കിനി ആരെ പറ്റിയെങ്കിലും വർണ്ണിക്കണം എന്നുള്ളൊരു മോഹം വന്നപ്പോൾ വാൽമീകി നാരദനോട് ചോദിച്ചതായിട്ടാണ് പറഞ്ഞത്. ആരെ പറ്റിയാണ് ഞാൻ വർണ്ണിക്കേണ്ടത്? ഏറ്റവും ഉദാത്തനും ഉത്തമനുമായിട്ടുള്ള ഒരു വ്യക്തി ലോകത്തിലുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ നാരദൻ വാൽമീകിയോട് എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ വാൽമീകിയോട് പറഞ്ഞു, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണഗണങ്ങളോട് കൂടിയ ഒരുവൻ ഇപ്പോൾ ഉണ്ടാവുക എന്നുള്ളത്, ഏതൊരു കാലഘട്ടത്തിലും അത്രയ്ക്കധികം ഗുണഗണങ്ങളുള്ള ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ സാധ്യത കുറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നാരദൻ നിർത്തിയത്. എന്നിട്ട് പറയാണ്, 8-ാമത്തെ ശ്ലോകം നോക്കൂ. ഇക്ഷ്വാകുവംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശീ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ആലോചിച്ചിട്ട് നാരദൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചൊരു മറുപടി കൊടുക്കുകയാണ് വാൽമീകിക്ക്. ഉണ്ട്, ഒരാൾ ഈ ലോകത്തിൽ ഇത്രയ്ക്കധികം ഗുണങ്ങളോട് കൂടിയ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അതാരാണെന്നറിയോ എന്നാണ് പറയണത്. നമുക്ക് ആദ്യം ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. ഇക്ഷ്വാകു വംശപ്രഭവ രാമ നാമ ജനൈഃ ശ്രുത നിയതാത്മാ മഹാവീര്യ ദ്യുതിമാൻ ധൃതിമാൻ വശീ. ആദ്യം തന്നെ രാമനെ പറ്റിയിട്ട്, രാമൻ്റെ പേരൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ വരുന്ന ശ്ലോകങ്ങളിലൊക്കെ വാൽമീകി എന്തൊക്കെ ചോദിച്ചോ അതിൻ്റെ ഇരട്ടി ഗുണങ്ങളുള്ള ഒരാളാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നാരദൻ ചെയ്യണത്. രാമനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷനാണ്. ഇക്ഷ്വാകു വംശപ്രഭവോ രാമ. ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ, ഇക്ഷ്വാകു എന്ന് പറയുന്നത് സൂര്യവംശത്തിലെ ഒരു രാജാവിൻ്റെ പേരാണ്. സൂര്യവംശത്തിൻ്റെ ആ ഒരു പരമ്പരയിൽ 1-2 പേരുടെ പേരിൽ മാത്രമേ ആ വംശം പിന്നീട് അറിയപ്പെടുന്നുള്ളൂ. ഒന്ന് ഇക്ഷ്വാകു വംശം, പിന്നെ ഒന്ന് സൂര്യവംശം, പിന്നെ രഘുവംശം എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീരാമൻ്റെ പേരിൽ പോലും ആ വംശം അറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏതായാലും അത്രയ്ക്ക് മഹാന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു വംശമാണ് സൂര്യവംശം. അതിൽ സൂര്യന് ശേഷം വന്ന ഏറ്റവും ഉത്തമനായ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവാണ് ഇക്ഷ്വാകു. അതിനൊക്കെ എത്രയോ ശേഷം വന്ന ഒരു രാജാവാണ് ദിലീപൻ. ദിലീപൻ്റെ പുത്രൻ രഘു, രഘുവിൻ്റെ പുത്രൻ അജൻ, അജൻ്റെ പുത്രൻ ദശരഥൻ, ദശരഥൻ്റെ പുത്രനായിട്ടാണ് രാമൻ വരണത്. അപ്പോൾ ആ ഒരു വംശത്തിൽ പിറന്നവനും അതാണ് ഇക്ഷ്വാകു വംശപ്രഭവ. ആ ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ പിറന്ന രാമൻ എന്നു പേരുള്ള രാമ നാമ ജനൈഃ ശ്രുതഃ, ജനങ്ങളാൽ രാമൻ എന്ന് കീർത്തിക്കപ്പെട്ടവൻ, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന രാമൻ എന്നു പേരുള്ള രാജാവ്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? നിയതാത്മാ, നിയതമായ ആത്മാവിനോട് കൂടിയവനാണ്. നിയതാത്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ അല്ലെങ്കിൽ തന്നെ നന്നായി നിയന്ത്രിക്കാൻ അറിയുന്നവനാണ്. മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ആ ആളെ നമസ്കരിക്കുക തന്നെ വേണം. അതായത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആരും അറിയുന്നു പോലുമില്ല. അത്രയ്ക്ക് ശക്തമാണ് മനസ്സ്. ബുദ്ധി ശക്തമാണ് എന്നതിനോടൊപ്പം തന്നെ മനസ്സും അതിലേറെ ശക്തമാണ്. അതുകൊണ്ട് മനസ്സിനെ തൻ്റെ പരിധിക്ക്, ബുദ്ധിയുടെ പരിധിക്ക് നിർത്തിയവൻ എന്നുള്ള നിലയിലാണ് ശ്രീരാമനെ കവി അല്ലെങ്കിൽ വാൽമീകി അല്ലെങ്കിൽ നാരദൻ തൻ്റെ വാക്കുകളിൽ വർണ്ണിക്കുന്നത്. അതാണ് നിയതാത്മാ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. മാത്രമല്ല മഹാവീര്യ, മഹാശക്തിമാനാണ്, വീര്യമുള്ളവനാണ്, ശക്തിമാനായിട്ടുള്ള രാജാവാണ്. മാത്രമല്ല ദ്യുതിമാനാണ്, ധൃതിമാൻ, ദ്യുതിമാൻ ധൃതിമാൻ വശീ. ഇതൊക്കെ ശ്രീരാമൻ്റെ വിശേഷണങ്ങളാണ്. ദ്യുതിമാനാണ്, നല്ല കാന്തിയുള്ളവനാണ്, ശരീരത്തിന് നല്ല തേജസ്സുള്ളവനാണ്. ധൃതി എന്നുള്ളത് കൊണ്ട് ധൈര്യം അല്ലെങ്കിൽ ദൃഢനിശ്ചയം ഒക്കെ ഉള്ളവനാണ് എന്നർത്ഥം. അങ്ങനെയൊക്കെയുള്ള ഒരാളും. മാത്രമല്ല വശീ,
വശി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തൻ്റെ വശത്താക്കാൻ കഴിവുള്ളവൻ, എല്ലാ ഇന്ദ്രിയങ്ങളും തൻ്റെ വശത്തായിട്ടുള്ളവൻ, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. മനസ്സിനെയും കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയിട്ടുള്ളതിനെയും അതോടൊപ്പം തന്നെ ശരീരത്തിലെ മറ്റിന്ദ്രിയങ്ങളുണ്ടല്ലോ, കർമ്മേന്ദ്രിയങ്ങൾ, അവയെയും വേണ്ടതുപോലെ നിയന്ത്രിച്ചവൻ എന്നൊരർത്ഥം ഉണ്ടാവും വശി എന്നുള്ളതിന്. അതല്ലെങ്കിൽ വശി എന്ന് പറയുമ്പോൾ എല്ലാവരെയും തൻ്റെ ഭാഗത്ത്, തൻ്റെ പക്ഷത്ത് ആകർഷിക്കുന്നവൻ, തൻ്റെ പക്ഷത്തേക്ക് ആകർഷിക്കുന്നവൻ, അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ജനങ്ങളൊക്കെ രാമൻ എന്ന് വിളിക്കുന്ന ആ രാജാവ്, ഇക്ഷ്വാകു വംശത്തിലെ രാജാവ് എന്നിങ്ങനെ നാരദൻ വളരെ ഭംഗിയായിട്ട് വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അടുത്ത ശ്ലോകം, 9ാമത്തെ ശ്ലോകം നോക്കാം. ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമാൻ ശത്രുനിബർഹണ വിപുലാംസോ മഹാബാഹു കമ്പുഗ്രീവോ മഹാഹനു. ഇതൊക്കെ വിശേഷണങ്ങളാണ്. ഇനി വരുന്ന ശ്ലോകങ്ങളൊക്കെ തന്നെ ശ്രീരാമൻ്റെ വർണ്ണനകളാണ്, ഗുണഗണങ്ങളെ വർണ്ണിക്കുകയാണ്. അതൊക്കെ കൂടി ഒരുമിച്ച് നമുക്ക് ചൊല്ലിപ്പോവാവുന്നതേ ഉള്ളൂ. അതായത് പ്രത്യേകിച്ച് അതിൽ ക്രിയാപദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തുടർച്ചയായിട്ട് ഞാൻ ആ ശ്ലോകങ്ങൾ ചൊല്ലുകയാണ്. അടുത്തത് മഹോരസ്കോ മഹേശ്വാസോ ഗൂഢജത്രുരരിന്ദമ ആജാനുബാഹു സുശിരാ സുലലാടസു വിക്രമ സമസമവിഭക്താംഗസ്നിഗ്ധവർണ പ്രതാപവാൻ പീനവക്ഷാ വിശാലാക്ഷോ ലക്ഷ്മീവാൻ ശുഭലക്ഷണ ധർമ്മജ്ഞ സത്യസന്ധശ്ച പ്രജാനാം ച ഹിതേ രതഃ യശസ്വീ ജ്ഞാനസമ്പന്ന ശുചിർവശ്യ സമാധിമാൻ പ്രജാപതി സമശ്രീമാൻ ധാതാരി പുനിഷൂദന രക്ഷിത ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിത. 13ാമത്തെ ശ്ലോകം വരെയാണ് ഞാനിപ്പോൾ പറയണത്. ഇനിയും കുറച്ച് ശ്ലോകങ്ങളിൽ കൂടി ശ്രീരാമനെ നാരദൻ വർണ്ണിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് 9ാമത്തെ ശ്ലോകമാണ്. ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമാൻ ശത്രുനിബർഹണ വിപുലാംസ മഹാബാഹു കമ്പുഗ്രീവ മഹാഹനു. ഇതാണ് അതിൻ്റെ പദച്ഛേദം. വാക്കുകളൊക്കെ വളരെ വ്യക്തമാണ്. ബുദ്ധിമാനാണ്, നല്ല ബുദ്ധിശാലിയാണ്, അതുപോലെ തന്നെ നീതിമാനാണ്, നീതിശാലി, എല്ലാവർക്കും നീതി നടപ്പാക്കുന്നവനാണ്. വാഗ്മിയാണ്, വാഗ്മി എന്ന് പറഞ്ഞാൽ വാക്സാമർഥ്യമുള്ളവൻ, നല്ല ഭംഗിയായിട്ട് വാക്കുകൾ വരുന്നവൻ, സംസാരിക്കാൻ അറിയുന്ന ആളാണ്. അങ്ങനെയുള്ളൊരു രാജാവാണ് രാമൻ. അതുപോലെ തന്നെ ശ്രീമാനാണ്, ഐശ്വര്യമുള്ളവനാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഐശ്വര്യമുണ്ടാവും. ശ്രീമാനാണ്, ശ്രീയോടുകൂടിയവനാണ്. മാത്രമല്ല ശത്രു നിബർഹണനുമാണ്, ശത്രുക്കളെ എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുന്നവൻ, ശത്രുക്കളെയൊക്കെ നശിപ്പിക്കുന്നവൻ. ശ്രീരാമൻ എവിടെയുണ്ടോ അവിടെ ശ്രീരാമൻ്റെ ശത്രുക്കൾക്ക് വാഴാനേ സാധിക്കില്ല. അങ്ങനെ ശത്രുക്കൾക്കൊക്കെ ഒരു ഭീഷണിയായിട്ട് അങ്ങനെയുള്ളൊരു രാജാവാണ് രാമൻ എന്നർത്ഥം. മാത്രമല്ല വിപുലാംസ, വിപുലമായ അംസത്തോടു കൂടിയവൻ. അംസം എന്ന് പറഞ്ഞാൽ തോളാണ്. വിപുലാംസ, നല്ല വിരിഞ്ഞ തോളോടുകൂടിയ, നല്ല ഉരുണ്ട വിരിഞ്ഞ തോളെല്ലൊന്നും ഇങ്ങനെ കൂർത്ത് കാണുന്നില്ല. അതിൻ്റെ ഒരു വാക്ക് ഇത് കഴിഞ്ഞിട്ട് വാൽമീകി പറയുന്നുണ്ട്, നല്ല ഭംഗിയുള്ളൊരു വാക്ക്. ഒരു ദിക്കിലും എല്ല് മുഴച്ച് കാണുന്നില്ല, എന്നാൽ ശരീരത്തിന് ആവശ്യത്തിനുള്ള തടിയേ ഉള്ളൂ, നല്ല ഉയരണ്ട്, ദൃഢഗാത്രനാണ് എന്നൊക്കെ എത്ര സൂക്ഷ്മമായിട്ടാണ് വാൽമീകിയുടെ കണ്ണുകൾ പോയത് എന്നുള്ളതും കൂടിയും ഇവിടെ നിന്ന് മനസ്സിലാക്കണം. അതാണ് വിപുലാംസനാണ്, നല്ല വിടർന്ന തോളുകളോടുകൂടിയവനാണ്. മഹാബാഹുവാണ്, നല്ല നീണ്ട കൈകളോടുകൂടിയവനാണ്. ആജാനുബാഹു, അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആജാനുബാഹു എന്ന് പറഞ്ഞാൽ മുട്ടോളം എത്തുന്ന നീണ്ട കൈകളോട് കൂടിയവനാണ്. കമ്പുഗ്രീവ, കമ്പു എന്ന് പറഞ്ഞാൽ ശംഖ് പോലെ നല്ല സുന്ദരമായിട്ടുള്ള കണ്ഠമുള്ളവൻ. ശംഖിൻ്റെ ആ കൊലുന്നനെ നീണ്ട ഭാഗം പോലെ കഴുത്ത് ഇങ്ങനെ കുറച്ച് ശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവൻ. ഭയങ്കരമായിട്ട് തടിച്ചിട്ടുള്ള ആൾക്കാർക്ക് കഴുത്തുണ്ടാവില്ല, അങ്ങനെയല്ല, കഴുത്തും ശരീരവും, അതായത് മുഖവും ശരീരവും തമ്മിൽ കഴുത്തിൻ്റെ ഒരു അകലമുണ്ട്. അതൊരു സൗന്ദര്യ ലക്ഷണമാണ്. അതാണ് ഇവിടെ പറഞ്ഞ കമ്പുഗ്രീവ മഹാഹനു. ഹനു എന്ന് പറഞ്ഞാൽ താടിയെല്ലാണ്, സുന്ദരമായിട്ടുള്ള താടിയെല്ലോട് കൂടിയവൻ. മുഖത്തിന് നല്ല ആകൃതിയുണ്ട്, നല്ല ഷെയ്പ്പുണ്ട്, എല്ലാ ശരീര ഭാഗങ്ങൾക്കും നല്ല വടിവുണ്ട് എന്നാണ് പറയണത്. അതാണ് മഹാഹനു.
മാത്രമല്ല മഹോരസ്ക, മഹേശ്വാസ, ഗൂഢജത്രു, അരിന്ദമ, ആജാനുബാഹു, സുശിരാഹ, സുലലാട, സുവിക്രമ. ഇതൊക്കെയാണ് പദങ്ങൾ 10ാമത്തെ ശ്ലോകത്തിൽ. അതും വളരെ എളുപ്പമാണ് വാക്കുകളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ. ഇവിടെ പറഞ്ഞ മഹോരസ്ക എന്ന് പറഞ്ഞാൽ മഹത്തായ വിശാലമായ ഉരസ്സോടു കൂടിയവൻ, അതാണ് മഹോരസ്ക. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് മഹേശ്വാസ. മഹേശ്വാസ എന്ന് പറഞ്ഞാൽ വില്ലാളി വീരനാണ്. ഇഷു കൊണ്ട് നല്ല ഭംഗിയായിട്ട് അസ്ത്രം പ്രയോഗിക്കാൻ കഴിവുള്ളവനാണ് മഹേശ്വാസ എന്ന് പറഞ്ഞാൽ. അടുത്തത് ഗൂഢജത്രു. ഗൂഢമായ എന്ന് പറഞ്ഞാൽ ഒട്ടും കാണാനില്ലാത്തതായ ജത്രു. ജത്രു എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൻ്റെ താഴെ കാണുന്നതായ, അല്ലെങ്കിൽ കണ്ഠത്തിൻ്റെ ഈ താടിയെല്ലിൻ്റെ തൊട്ട് താഴെ കാണുന്നതായ എല്ലുണ്ടല്ലോ, തോളെല്ല് കാണാനില്ല. തോളെല്ല് കാണുക എന്ന് പറയുമ്പോൾ ചടച്ച ശരീരമാവാനാണ് സാധ്യത. അതൊട്ടും കാണാനില്ല. അതാണ് ഗൂഢമായ, മറഞ്ഞിരിക്കുന്ന, കുറച്ച് തടിയുള്ളത് കൊണ്ട് തന്നെ മറഞ്ഞിരിക്കുന്നതായ ഈ തോളല്ലോട് കൂടിയവൻ, മുഴച്ചു കാണാത്ത പൂണല്ലോട് കൂടിയവൻ പൂണല്ലുള്ളവൻ എന്നാണ് ലീലാവതി ടീച്ചർ അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറച്ചൊരു മുഴുമുഴുപ്പ് ഉള്ള ആളാണ്, അങ്ങനെ മെലിഞ്ഞൊരാളാണ് എന്ന് പറയാൻ വയ്യ. അതാണ് ഗൂഢജത്രു. അരിന്ദമ. അരിന്ദമൻ എന്ന് പറഞ്ഞാൽ അരികളെ, ശത്രുക്കളെയൊക്കെ ദമനം ചെയ്യുന്നവൻ, ശത്രുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നവൻ. മറ്റൊന്ന് ആജാനുബാഹു ആണ്. ആദ്യം പറഞ്ഞ മഹാബാഹു എന്നുള്ള പദം പോലെ തന്നെയാണ് ആജാനുബാഹു. കാൽമുട്ടുകൾ വരെ നീണ്ടുകിടക്കുന്ന കൈകളുള്ളവൻ, നല്ല നീളമുള്ള ഭുജങ്ങൾ. അതൊരു വീരന്മാരുടെ ലക്ഷണമാണ്, കൈകൾക്ക് നല്ല നീളമുണ്ടാവുക. എല്ലാവരെയും ജയിക്കാനുള്ള പ്രാപ്തിയൊക്കെയാണ് ആ കൈയിൻ്റെ നീളം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് സുശിരാഹ, അഴകാർന്ന ശിരസ്സോടു കൂടിയവൻ അല്ലെങ്കിൽ മുഖത്തോടു കൂടിയവൻ. സുശിരാഹ. സുലലാട, നല്ല വിരിഞ്ഞ വിസ്തൃതമായിട്ടുള്ള നെറ്റിത്തടം. ലലാടം നെറ്റിയാണ്, നെറ്റിത്തടത്തോടു കൂടിയവൻ. സുലലാട. സുവിക്രമ, നല്ല കാൽവെപ്പുകളോട് കൂടിയവൻ. വിക്രമം, ക്രമം എന്നൊക്കെ പറഞ്ഞാൽ കാല് ഇങ്ങനെ എടുത്തു വെക്കുന്നതിനാണ് പറയുക. അതുകൊണ്ട് തന്നെയാണ് വാമനമൂർത്തിക്ക് ത്രിവിക്രമൻ എന്നൊക്കെ പേര് വന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ നടക്കാൻ വശമുള്ളവൻ, പ്രൗഢമായ കാൽവെപ്പുകളോട് കൂടിയവൻ, അതാണ് സുവിക്രമ. അടുത്തത് 11ാമത്തെ ശ്ലോകം. അതിൻ്റെ പദങ്ങളൊക്കെ ഓരോരോ പദങ്ങളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സമവിഭക്താംഗ, സ്നിഗ്ധവർണ്ണ, പ്രതാപവാൻ, പീനവക്ഷ, വിശാലാക്ഷ, ലക്ഷ്മിവാൻ, ശുഭലക്ഷണ. സമ എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിലുള്ളവൻ, നല്ല വലിപ്പമുള്ള ഒരാളാണ്. ശ്രീരാമൻ ഏറ്റവും ഉയരം കൂടിയ ഒരാളാണ്. എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോൾ ഉയരം കൂടിയ ആളാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സമവിഭക്താംഗ, സമവിഭക്തമായ അംഗങ്ങളോട് കൂടിയവൻ. സമവിഭക്തം എന്ന് പറഞ്ഞാൽ സമമായിട്ട് നമ്മുടെ ശരീരത്തിന് ഇടത്തും വലത്തും അവയവങ്ങളുണ്ട്. കൈകളായാലും കാലുകളായാലും മാറിടമായാലും കണ്ണായാലും മൂക്കായാലും അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ മീശയായാലും അതൊക്കെ 2 ഭാഗത്തേക്കുമായിട്ടാണ് ഉണ്ടാകുന്നത്. അത് പൊതുവേ ആർക്കും ഒരേപോലെ ആവില്ല എല്ലാം. പക്ഷേ ശ്രീരാമൻ്റെ അങ്ങനെയായിരുന്നു. അതാണ് സമവിഭക്താംഗ, ശരിയായി വേർതിരിക്കപ്പെട്ട അംഗങ്ങളോട് കൂടിയത്. അംഗങ്ങളോട് കൂടിയവൻ. വലത്തെ കൈ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇടത്തെ കൈ, അല്ലെങ്കിൽ വലത്തെ കൈയിനും വലത്തെ കാലിനും ഒക്കെ എത്ര കണ്ട് ഭംഗിയുണ്ടോ, എത്ര കണ്ട് ശക്തിയുണ്ടോ, അതേപോലെ തന്നെ ഇടത്തെ കൈയിനും കാലിനുമൊക്കെ ബലവും ശക്തിയുമൊക്കെ ഉള്ളവൻ. അങ്ങനെ 2 ഭാഗങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തയാൾ. അതാണ് ഈ പറഞ്ഞ സമവിഭക്താംഗ എന്നുള്ള വാക്കിനർത്ഥം. അടുത്തത് സ്നിഗ്ധവർണ്ണ, സ്നിഗ്ധമായ വർണ്ണത്തോടു കൂടിയവൻ. അതായത് കറുപ്പ് നിറം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു എണ്ണമെഴുക്കുറ്റ നിറത്തോടു കൂടിയവൻ, അങ്ങനെയും പറയാം. സ്നിഗ്ധമായ, അതായത് ഇങ്ങനെ തൊലി അല്ലെങ്കിൽ ആ സ്നിഗ്ധതയുണ്ട് ശരീരത്തിൽ. ആകമാനം ഒരു തൊട്ട് തലോടുമ്പോൾ ഒക്കെ നല്ലൊരു മിനുസുണ്ട്. അതാണ് സ്നിഗ്ധവർണ്ണ. അടുത്തത് പ്രതാപവാൻ, നല്ല പ്രതാപശാലിയാണ്, നല്ല വീരശൂര പരാക്രമിയാണ് എന്നൊക്കെ അർത്ഥം. പ്രതാപവാൻ. അടുത്തത് പീനവക്ഷ. ആദ്യം പറഞ്ഞ മഹോരസ്ക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് വിശാലമായ വക്ഷസ്സോടു കൂടിയവൻ, വിശാലമായ കണ്ണുകളോട് കൂടിയവൻ, അതാണ് വിശാലാക്ഷ. അടുത്തത് ലക്ഷ്മിവാൻ. ലക്ഷ്മിവാൻ, ലക്ഷ്മിയോട് കൂടിയവൻ, ഐശ്വര്യത്തോടു കൂടിയവൻ,
ഭഗവാന്റെ കൂടെ എപ്പോഴും ലക്ഷ്മിയും കാണുമല്ലോ, ലക്ഷ്മി സാന്നിധ്യമുണ്ട്, ലക്ഷ്മിവാനാണ്. അതുപോലെ തന്നെ ശുഭമായ ലക്ഷണങ്ങളോട് കൂടിയവനാണ്. ഭഗവാന്റെ ഈ കൈകാലുകളാകട്ടെ, കണ്ണാകട്ടെ, മൂക്കാകട്ടെ, ചെവിയാകട്ടെ, ചെവിയുണ്ട് 2 അതൊക്കെ ഒരേപോലെയാണ്. ശുഭമായ ലക്ഷണങ്ങളോട് കൂടിയവനുമാണ്. ഉത്തമമായ പുരുഷ ലക്ഷണങ്ങളോട് കൂടിയവനായിരുന്നു ശ്രീരാമൻ. കഴിഞ്ഞിട്ടില്ല. ഇനി മനസ്സിൻ്റെ ചില ഗുണങ്ങളെ പറ്റി, ഇതുവരെ ശരീരത്തിൻ്റെ രൂപത്തെ പറ്റിയിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇനി മനസ്സിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് പറയാണ്. ധർമ്മജ്ഞ സത്യസന്ധ ച പ്രജാനാം ച ഹിതേ രത യശസ്വി ജ്ഞാനസമ്പന്ന ശുചി വശ്യ സമാധിമാൻ. ശ്രീരാമൻ ധർമ്മജ്ഞനാണ്, ധർമ്മം അറിഞ്ഞവനാണ്, ധർമ്മത്തെ കൈകാര്യം ചെയ്യുന്നവനാണ്, ധർമ്മം പഠിച്ചിട്ടുള്ള ആളാണ്, പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവനുമാണ് ധർമ്മജ്ഞൻ. മാത്രമല്ല സത്യസന്ധനാണ്. അതുപോലെ തന്നെ പ്രജകളുടെ ഹിതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ. അതാണ് പ്രജാനാം ഹിതേ രഥ. പ്രാണികളുടെ, അതായത് മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവൻ, ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കാത്തവൻ, മറ്റൊരാളെയും വെന്ന് ഒന്നും നേടണമെന്ന് ആഗ്രഹിക്കാത്തവൻ, അങ്ങനെയും അർത്ഥമുണ്ട്. അതാണ് പ്രജാനാം ചഹിതേരഥ. യശസ്വി, നല്ല പേര് എടുത്തവൻ, പേര് കേട്ടവൻ, യശസ്സുള്ളവൻ. ജ്ഞാനസമ്പന്ന, നന്നായി പഠിച്ച് അറിവ് നേടിയവനാണ്. ശുചി, ശുചി എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളവൻ, വാക്ക് ശുദ്ധമായി പ്രയോഗിക്കുന്നവൻ, പ്രവൃത്തി ശുദ്ധമായവൻ, ചിന്ത ശുദ്ധമായവൻ, അങ്ങനെയൊക്കെയുള്ള ഒരാളെയാണ് ഇവിടെ ശുചി എന്ന് പറയുന്നത്. എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ആൾ, എല്ലാത്തിലും നന്മയുള്ള ആൾ എന്നൊക്കെ അർത്ഥം. അതുപോലെ തന്നെ വശി എന്ന് പറയുന്നത് പോലെ വശ്യ, വശ്യ എന്ന് പറഞ്ഞാൽ ആ തന്നെ പ്രാപിച്ചവർക്ക് എല്ലാ ശരണവും കൊടുക്കുന്നവൻ, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. മാത്രമല്ല സമാധിമാൻ, സമാധിയോടുകൂടിയവൻ. സമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടിയവൻ, എല്ലാവരെ പറ്റിയിട്ടും എല്ലാവരിലും ഒരു കണ്ണുള്ളവൻ, ജനങ്ങളെ പറ്റിയിട്ടൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നവൻ എന്നർത്ഥം. അതുപോലെ തന്നെ 13ാമത്തെ ശ്ലോകവും അങ്ങനെ തന്നെയാണ്. പ്രജാപതി സമ ശ്രീമാൻ ധാതാ രിപുനിഷൂദന രക്ഷിത ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിത. പ്രജാപതിക്ക് തുല്യനാണ് ശ്രീരാമൻ. ഒരു പ്രജാപതി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു രാജാവിനെ പോലെയല്ല, വളരെയധികം ചുമതലകളുള്ള ഒരാളാണ്. അത്രയ്ക്ക് ചുമതലകൾ വഹിക്കുന്ന ഒരാളാണ് ശ്രീരാമനും. പ്രജാപതിയെ പോലെയാണ്, ശ്രീമാനാണ്. അതൊക്കെ ആവർത്തിച്ച് പറയാണ്. ധാതാ, ധാതാവ് എന്ന് പറഞ്ഞാൽ ജീവലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ബ്രഹ്മാവിനെ പോലെ തന്നെയാണ് ധാതാ. എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, വിധാതാവിനെ പോലെയാണ്. മാത്രമല്ല രിപുനിഷൂദനനാണ്, ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നവനാണ്. രക്ഷിത ജീവലോകസ്യ, ജീവലോകത്തിനെ രക്ഷിക്കുന്നവനാണ്, എല്ലാ ജനങ്ങൾക്കും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന. ധർമ്മസ്യ പരിരക്ഷിത, ധർമ്മത്തിൻ്റെ രക്ഷിതാവായിട്ടുള്ള അങ്ങനെയുള്ള ശ്രീരാമൻ. ആ ശ്രീരാമനെ പറ്റിയിട്ട് ഇനിയും ധാരാളം വർണ്ണിക്കുന്നുണ്ട് നാരദമുനി. നമുക്കത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇന്ന് ഈ 8 മുതൽ 13 വരെയുള്ള 5 ശ്ലോകങ്ങൾ നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇക്ഷ്വാകുവംശപ്രഭവോ രാമോ നാമജനൈശ്രുത നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശീ ബുദ്ധിമാൻ നീതിമാൻ വാഗ്മീ ശ്രീമാൻ ശത്രുനിബർഹണ വിപുലാംസോ മഹാബാഹു കമ്പുഗ്രീവോ മഹാഹനു മഹോരസ്കോ മഹേശ്വാസോ ഗൂഢജത്രുരരിന്ദമ ആജാനുബാഹു സുശിരാ സുലലാടസുവിക്രമ സമസമവിഭക്താംഗ സ്നിഗ്ധവർണ്ണ പ്രതാപവാൻ പീനവക്ഷാ വിശാലാക്ഷോ ലക്ഷ്മീവാൻ ശുഭലക്ഷണ ധർമ്മജ്ഞ സത്യസന്ധശ്ച പ്രജാനാം ച ഹിതേരത യശസ്വീ ജ്ഞാനസമ്പന്ന ശുചിർവശ്യ സമാധിമാൻ പ്രജാപതി സമശ്രീമാൻ ധാതാരിപുനിഷൂദന രക്ഷിത ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിത. അങ്ങനെ ജനങ്ങളുടെയും ധർമ്മത്തിൻ്റെയും ഒക്കെ രക്ഷിതാവായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രനെ പറ്റിയിട്ട് എത്ര വർണ്ണിച്ചിട്ടും നാരദന് തീരുന്നില്ല. അത് വാൽമീകി കേട്ടുകൊണ്ടിരിക്കുകയൊക്കെയാണ്. ഇതിങ്ങനെ മനസ്സിലേക്ക് ധാരാളമായിട്ട് എടുത്തിട്ടാണ് പിന്നെ
വാൽമീകി രാമായണം എന്ന് പറഞ്ഞ തൻ്റെ കാവ്യം രചിക്കാൻ ആരംഭിക്കുന്നത്, തമസാ നദിയുടെ തീരത്തേക്ക് പോണത് എന്നുള്ളതൊക്കെ അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കും. കഴിഞ്ഞിട്ടില്ല. ശ്രീരാമചന്ദ്രൻ്റെ വർണ്ണന നമുക്ക് ഇനിയും അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ച് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.